നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സച്ചി ഭാമയിൽ നിന്ന് സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. ചന്ദ്രമതി പേരും കള്ളിയാണ്. 2 ലക്ഷം രൂപയാണ് വക്കീലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതുകൊണ്ടാണ് ശരത്തിന്റെ മേലുള്ള കേസ് പിൻവലിച്ചതെന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? സച്ചി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ഭാമയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പൊ സച്ചി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് അറിയില്ല. അങ്ങനെ സച്ചി വീട്ടിലേക്ക് വന്ന് എല്ലാരും വിളിപ്പിക്കുവാണ്. ശ്രുതി, ചന്ദ്രമതി, വർഷ, ശ്രീകാന്ത് എല്ലാരും വന്നു. രേവതിയും വന്നു. പിന്നീട് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, നീ എന്താടാ അവിടെ കിടന്ന് അലറി വിളിക്കുന്നത്? എന്തിനാടാ എല്ലാരും കൂടെ വിളിക്കണമെന്ന് ചോദിച്ചു. കാര്യമുണ്ട്, എല്ലാരും കൂടെ വാ, എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്താടാ പറയാനുള്ളതെന്ന് ചോദിച്ചു. അച്ഛാ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആ പണം മോഷ്ടിച്ച ആൾ ആരാന്ന് ഉള്ള സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി. ദൈവമേ, താനാണ് ആ പണം മോഷ്ടിച്ചെന്നുള്ള കാര്യം. ഇനി ബഹമാന്റെ അടുത്ത് ചെന്നപ്പം സച്ചെങ്ങാനും അറിഞ്ഞോ? അവിടെ വല്ല CCTV എങ്ങനെ ഉണ്ടായിരുന്നു? CCTV ഇല്ലായിരുന്നാണ് തോന്നേ. എങ്കിലും എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടത് തന്നെ. ഇന്നത്തോടുകൂടി തന്റെ മാനം കപ്പൽ കയറിയത് തന്നെ. ആ ഒരു ടെൻഷൻ ശ്രുതിയുടെ മനസ്സിലുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എന്നാലും അത് ആരായിരിക്കും ശ്രുതി എന്ന് ചോദിക്കുകയാണ്. ശ്രുതിക്ക് എന്തേലും പറയാൻ പറ്റുമോ? ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ആരാടാ പണം കട്ടെടുത്തേ? ഭാമയുടെ പണം ആരാ കട്ടെടുത്തേന്ന് ചോദിച്ചു. അതെ, അത് ഈ വീട്ടിലുള്ള ഒരാളാന്ന് പറഞ്ഞു. അതോടെ കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിക്ക് ഞെട്ടലായി. താൻ പിടിക്കപ്പെട്ടു എന്നൊരു ചിന്ത. ഈ വീട്ടിലുള്ള ഒരാളോ? എന്റെ ഭാര്യ രേവതിയ ആ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രേവതിയുടെ കണ്ണൊക്കെ മെലിഞ്ഞു വന്നു. രേവതി ചോദിച്ചു, സച്ചേട്ടൻ എന്താ പറയണേ? ഞാനോ? ഞാൻ പണം മോഷ്ടിച്ചെന്നോ? ഇത് സച്ചേട്ടാ, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ പണം ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, വെറുതെ പറയണ്ട, എനിക്കറിയാം നീയാ മോഷ്ടിച്ചെന്നുള്ള കാര്യം. അല്ല, ചിലരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചോ? നീ എന്ത് വർത്താനാ പറയണേ? രേവതി നിന്റെ പണം മോഷ്ടിക്കാനോ? അവൾ അങ്ങനത്തെ പരിപാടി ഒരിക്കലും ചെയ്യില്ല. അവൾ മറ്റുള്ളവരെ സഹായിക്കാന്നല്ലാതെ മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കാൻ സ്വഭാവമൊന്നും അവൾക്ക് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഇല്ല. അവളെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതല്ലേ. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, അച്ഛാ, ഈ ഭൂമിയിൽ നമുക്ക് ആർക്കും ആരെയും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നമ്മൾ കരുതും നമുക്ക് മറ്റുള്ളവരെ നന്നായിട്ട് അറിയാന്ന്. പക്ഷെ അത് വെറുതെയാ. അത് കേട്ടപ്പോ വർഷം പറഞ്ഞു, സച്ചേട്ടൻ എന്തൊക്കെയാ പറയണേ? രേവതി ചേച്ചി ഒരിക്കലും പണം മോഷ്ടിക്കുന്ന ആളല്ലാന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഇതൊക്കെ പറയും. എന്നിട്ട് കണ്ടില്ലേ, ഇപ്പൊ മോഷ്ടിച്ചെന്ന് സ്വന്തം ഭർത്താവ് തന്നെ പറയുന്നു. അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. സച്ചു പറഞ്ഞു, നീ കൂടുതൽ ആളാവൊന്നും വേണ്ട. നീ എന്താ ചെയ്തേ? അച്ഛന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയവനല്ലേ. നിനക്ക് ഇവിടെ പറയാൻ വോയിസ് ഇല്ല. നീ മിണ്ടാതെ അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിയോട് പറഞ്ഞു, നീ ഒന്ന് മിണ്ടാതിരിക്കും ശ്രുതി എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയില്ലോ നിന്റെ ഭാര്യയുടെ മഹത്വം എന്താന്ന്? പണം അവളെ അടിച്ചു മാറ്റിയെന്നുള്ള സത്യം നിനക്ക് മനസ്സിലായല്ലോ. ഇത് നിനക്ക് കുറച്ച് നേരത്തെ തോന്നേണ്ട കാര്യമായിരുന്നു. എനിക്ക് പണ്ടേ അറിയായിരുന്നു ഇവളുടെ വീട്ടുകാരും ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നു. മോഷ്ടിക്കാനായിട്ട് വിദഗ്ധരല്ലേ ഇവര്. സഹോദരനും ഇപ്പൊ ഇവളും വീട്ടുകാരും മുഴുവൻ ഇങ്ങനെ കള്ളനും കള്ളികളുമാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ഇതേ ചന്ദ്രൻ അനാവശ്യം പറയരുന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് ശരിയാമേ, ചിലർക്ക് ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് അതിവിദഗ്ധമായിട്ട് മുങ്ങി നടക്കാനുള്ള കഴിവുണ്ട്. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്ത് വർത്താനാണ് പറയണേ? അപ്പോഴേക്കും രവതി പറഞ്ഞു, സച്ചേട്ടൻ എന്താ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ സച്ചേട്ടന്റെ ഭാര്യ. സച്ചേട്ടൻ എന്നെ അറിയില്ലേന്ന് ചോദിച്ചു. എനിക്ക് നിന്നെ മനസ്സിലായി, ഈ വീട്ടിലുള്ള എല്ലാവരെയും മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞു. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. രേവതിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രീകാന്തും വർഷയും രവീന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രമതി, ശ്രുതിയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. ശ്രുതിക്ക് പേടിയാ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന്. ആ സമയം സച്ചി പറഞ്ഞു, ഭാമാന്റെ എന്താണ് പരാതി കൊടുക്കുന്നുണ്ട് രേവതിയുടെ പേരില്. പരാതിയോ? അതെ, ഭാമാന്റിയോട് അമ്മ വിളിച്ചു പറഞ്ഞു പരാതി കൊടുത്തോളാം രേവതിയുടെ പേരില്. രേവതിയല്ലേ പണം മോഷ്ടിച്ചേ. എടാ, നീ എന്ത് വർത്താനാടാ പറയണേ? അതെങ്ങനെ ശരിയാവും? രേവതി പണം മോഷ്ടിച്ചിട്ടില്ല, പിന്നെ എന്തിനാ അവളുടെ പേര് കേസ് കൊടുക്കുന്നേ? അമ്മയെ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനിനി ഭാമയോട് പറഞ്ഞില്ലോ. അവൾ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കളി കളിച്ചോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ വെറുതെ കള്ളത്തരം പറയരുത്. അച്ഛനും വേണം കുടിക്കൂ. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ബഹമാന്റിയെ ഒന്ന് സമീപിച്ചു നോക്ക്. എന്നൊരു കാര്യം ചെയ്യാം, അച്ഛൻ ബഹമാന്റിയോട് പറ പൈസ തരാന്ന്. പൈസ തരോന്ന്? അതേന്നേ, കേസ് കൊടുക്കാതിരിക്കുവാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ തരാൻ പണം പോയെന്ന് പറഞ്ഞില്ലേ, ആ പൈസ
ബഹുമാനിക്ക് കൊടുക്കാന്ന് പറ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, നീ എന്ത് വർത്താനോടെ പറയണേ? അവള് പണം മോഷ്ടിച്ചിട്ടില്ല, പിന്നെ എന്തിനാ അവളുടെ പേര് കേസ് കൊടുക്കുന്നേ? അല്ല, കേസ് കൊടുക്കാൻ പറഞ്ഞ ആൾ അമ്മയല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, അമ്മയോട് തന്നെ പറ, ഇനിയിപ്പോ 2 ലക്ഷം രൂപ എന്നാ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. എടാ, ഇതിനൊന്നും ഈ രവീന്ദ്രനെ കിട്ടത്തില്ല. അതിന്റെ ആവശ്യം എന്താ? അച്ഛനൊരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യും ബാമാൻഡിയോട്. എന്നിട്ട് ആ 2 ലക്ഷം രൂപ അച്ഛൻ മേടിച്ചെടുത്തു രേവതിയുടെ കയ്യിൽ നിന്ന്. വേണമെങ്കിൽ 2 ലക്ഷം രൂപ അച്ഛന് ഞാൻ തരാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? 2 ലക്ഷം രൂപ പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കാനോ? അങ്ങനൊന്നും ഒരിക്കലും രവീന്ദ്രൻ ചെയ്യില്ല. അങ്ങനെയുള്ളവരൊക്കെ മനുഷ്യന്മാരാണോടാ? അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി കൈ കൊട്ടുവാണ്. ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താടാ കൈകൊട്ടിയെന്ന് ചോദിച്ചു. അച്ഛാ, അച്ഛനെന്താ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് മനുഷ്യരല്ല എന്നല്ലേ പറഞ്ഞേ? അതുപോലെയുള്ള പലരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പലരും? അതെ അച്ഛാ, ശരത്തിന്റെ കേസ് പിൻവലിക്കാനായിട്ട് ശരത്തിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ വക്കീലിന് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് 2 ലക്ഷം രൂപ അമ്മ വാങ്ങിയെടുത്തേന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ? അതെ അച്ഛാ, ആ 2 ലക്ഷം രൂപ കാണാതെ പോയത്. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചോദിക്കില്ല പണം എവിടുന്നാന്ന്. അതുകൊണ്ട് ഭാമാന്റെ അടുത്ത് വെച്ചിട്ട് അമ്മ പോന്നു. അങ്ങനെ 2 ലക്ഷം രൂപ വാങ്ങിയത് കൊണ്ട് മാത്രം അമ്മ ആ കേസ് പിൻവലിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രവീന്ദ്രനും വർഷയെ ശ്രീകാന്തും സുധിയൊക്കെ ഞെട്ടുവാണ്. രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ സച്ചി പറയണ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യമായിട്ടുള്ള കാര്യം അച്ഛാ, ഭാമാന്റെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അല്ല, അമ്മയോട് ചോദിച്ചു വെക്ക്. രവീന്ദ്രൻ നേരെ ചന്ദ്രമതിക്ക് നേരെ തിരിഞ്ഞു. സത്യമാണ്ടി കിടക്കണേ, നീ പണം വാങ്ങിയോന്ന് ചോദിച്ചു. ഞാൻ പണം വാങ്ങി, അതിലിപ്പോ എന്താ തെറ്റിരിക്കണേ? വെറുതെ ഒന്നുമല്ലോ, കേസ് പിൻവലിച്ചിട്ടല്ലേന്ന് ചോദിച്ചു. ഞാനേ കേസ് കൊടുത്തായിരുന്നെങ്കിലേ അവൻ അകത്തു പോയി കിടന്നേനം എന്ന് പറഞ്ഞു, പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ. അത് കേട്ടപ്പോ രവീന്ദ്രൻ, നിന്നെയൊക്കെ ഉണ്ടല്ലോ ഞാന്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, എന്തായാലും ആൻറ്റി ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും അങ്ങനെ വക്കീലിന്റെ നിന്ന് പണം മേടിക്കാൻ പാടില്ലായിരുന്നു. കണ്ടോ, വർഷ പോലും എൻ്റെ ഒപ്പം നിൽക്കണേന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, അതല്ല ആൻറ്റി ഞാൻ പറഞ്ഞേ. അങ്ങനെ ആൻറ്റിക്ക് പണം മേടിച്ച് കേസ് പിൻവലിക്കാനായിരുന്നെങ്കിൽ രേവതിയോടോ അല്ലെങ്കിൽ രേവതി ചേച്ചിയോടോ സച്ചേട്ടനോടോ നേരിട്ട് ചോദിക്കാൻ വരായിരുന്നോ? എനിക്ക് കുറച്ച് പണം വേണം, പണം കിട്ടുവാണെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാന്ന്. ചന്ദ്രമതി ആകെപ്പാടെ നാണം കിട്ടുപോയി. ഇങ്ങനെ വർഷ പറയുമെന്ന് കരുതിയില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീയാള് കൊള്ളാലോടി. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഞാൻ പരാതി പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ അവൻ അകത്ത് കിടക്കുമല്ലോ. ഓ, അതുകൊണ്ട് നീ അങ്ങോട്ട് പണം വാങ്ങി. നാണം ഉണ്ടോടി നിനക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്? ഈ സമയം രേവതിയുടെ അടുത്ത് എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, ഓ, ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ? അപ്പോഴേക്ക് സച്ചു രവീന്ദ്രൻ പറഞ്ഞു, അച്ഛ, ആ പണം മോഷ്ടിച്ച് രേവതി അല്ലെന്ന് പറഞ്ഞു. രവീന്ദ്രൻ ചോദിച്ചു, എടാ, രേവതി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. രേവതി സച്ചിയുടെ അടുത്ത് പോയിട്ട് സച്ചിയോട്, സച്ചിയേട്ടൻ ഞാൻ ആകെപ്പാടെ ഭയന്ന് പോയായിരുന്നു. സച്ചിയേട്ടൻ എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴെനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എനിക്കറിയാം നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന്. പിന്നെ അമ്മയുടെ കള്ളത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, അല്ല, രേവതിയുടെ പേരിലാണല്ലോ കുറ്റം ആരോപിക്കപ്പെട്ടിരുന്നേ. അങ്ങനെ രേവതി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഈ പണം മോഷ്ടിച്ചേ? ചന്ദ്രമതിക്കും അതായിരുന്നു. രേവതി അല്ല പണം മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ. ഇനി അമ്മ എങ്ങനെ തന്റെ കള്ളത്തരം കണ്ടുപിടിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. രേവതി അല്ലെങ്കിൽ വേറെ ആരായിരിക്കും ആ പണം മോഷ്ടിച്ച്? അങ്ങനെയാണ് അവരെ കണ്ടെത്തണമല്ലോ എന്നൊക്കെ പറഞ്ഞു. സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, പോലീസിൽ ഒരു കംപ്ലൈന്റ് അങ്ങോട്ട് കൊടുത്താൽ മതി, ആരാണെങ്കിലും കള്ളം വെളിച്ചത്ത് വരുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. 2 ലക്ഷം രൂപയല്ലേ ഭാമയുടെ പോയിരിക്കുന്നേ, പോരാത്തതിന് 5 ലക്ഷം രൂപ രേവതിയുടെ സച്ചിയുടെയും കയ്യിൽ നിന്ന് ആ വക്കീലിന് കൊടുക്കുകയും ചെയ്തില്ലേ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട്. ആ 5 ലക്ഷം രൂപ അവർക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, വേണ്ടച്ച, ഇനിയാ പണം പോയത് തന്നെയാ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രൻ, നീ ഒരു കാര്യം ചെയ്യാം, 5 ലക്ഷം രൂപ സച്ചിക്കും രേവതിക്കും ഉണ്ടായി കൊടുക്കണമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ ഞാൻ ഉണ്ടായി കൊടുക്കാനോ? അതെ, അവരുടെ പണമല്ലേ പോയിരിക്കുന്നത്. 5 ലക്ഷം രൂപ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പണം, നീ അത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനോ? ആ, നീ തന്നെ കൊടുക്കണം. വേണം ഭാമയ്ക്ക് അതിനകത്ത് 2 ലക്ഷം രൂപ നീ ഇങ്ങോട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി മുഖമൊക്കെ അങ്ങോട്ട് മാറി. ചന്ദ്രമതി ചോദിച്ചു, ഞാൻ എന്തിനാ ഭാമയ്ക്ക് പൈസ കൊടുക്കുന്നേ? അല്ല, നിന്റെ പൈസ നീ എടുത്ത് ഭാമയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അത് ഭാമയുടെ പൈസയാന്ന് പറഞ്ഞില്ലേ? 5 ലക്ഷം രൂപയുടെ കാര്യത്തിലെടുത്ത് തീരുമാനം ഉണ്ടാവണം. നീ 5 ലക്ഷം രൂപ കൊടുക്കുമല്ലോ? ചന്ദ്രമതിയോട്, ഞാൻ കൊടുക്കില്ല. എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ കൊടുത്തോളാം. എനിക്ക് പെൻഷൻ കിട്ടുന്ന തുക, അത് മാത്രമല്ല ഞാൻ ഇനി എന്തേലും ജോലിക്ക് പോവാം. നമ്മൾ ഭാര്യ ഭർത്താക്കമല്ലേ, നിന്റെ ഉത്തരവാദിത്തം കൂടെ എനിക്കല്ലേ, എന്റെ പകുതി ഉത്തരവാദിത്തം നിനക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ ചെയ്യുന്ന പാപത്തിന്റെ പങ്ക് ഞാനും പറ്റണമല്ലോ. അതുകൊണ്ട് അതിന് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് രേവതിയുടെ ശാപം മേടിച്ചു കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അവരെങ്ങനെയാ പണം ഉണ്ടാക്കിയെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് 5 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ നാളെ മുതൽ വല്ല ജോലിക്കും പോവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. അതെ, ഇനിയിപ്പോൾ അതോ നിവൃത്തിയുള്ളെന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് അടി കിട്ടിയ പോലെ പോയി. ചന്ദ്രമതി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ലിൻഡയുടെയും മനുഷ്യങ്ങളുടെയും വേദയുടെയും വിക്രത്തിന്റെയും പിന്നെ അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെയും സുധീഷിന്റെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.